എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? 22 വയസ്സിൽ സഹപാഠിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ആൺകുട്ടികളുടെ കൂടെ താമസിക്കുകയും ചെയ്തതിന് ചൈനയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. അശ്ലീലം പറയുന്നത് കോടതി അത് പരിഗണിച്ചു പോലുമില്ലല്ലോ രാഹുലെ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. നിങ്ങൾ എന്തിനാണ് വിക്ടിമിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? മാത്രം എത്ര ദിവസമായി രാഹുൽ ആ കുട്ടിയെ ഈ രീതിയിൽ ഷെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു? മാഡം ഇത് സത്യമല്ലേ മാഡം? ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നത് എന്താണ്? സത്യമായും സത്യനായ സത്യൻ. സത്യം ഇത് കേട്ടതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നത്. ഇത് സത്യമല്ലേ? യൂണിവേഴ്സിറ്റിയുടെ ഡോക്യുമെന്റഡ് പേപ്പറാണ്. എന്റെ റിപ്പോർട്ടിനൊന്നും ഇവിടെ ഒരു വിലയല്ലേ? രാഹുൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിക്കും, നിങ്ങളുടെ ഭാര്യയാണെന്ന് വിചാരിക്കും. ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരുത്തൻ കൈവച്ചാൽ അതിന് ശിക്ഷ വിധിക്കുന്നതാണ് നമ്മുടെ ജൂറിസ്പ്രുഡൻസ്. നമ്മുടെ നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം സാറേ. മനസ്സിലായോ? അല്ലാതെ ആ കുട്ടിനെ മോശക്കാരിയാക്കി രാഹുലിന്റെ അച്ഛനാണോ സിദ്ദിഖ്? അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. രാഹുലിന്റെ അച്ഛനാണോ സിദ്ദിഖ്? എന്റെ പേര് മാത്യൂസ് എന്നാ, ഇവന്റെ അപ്പനാ. രാഹുലിന് എത്ര അച്ഛനുണ്ട്? നിനക്കറിയോ, 3-ാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കരയുമ്പോൾ പള്ളിയിലെ അച്ഛന്മാരെ കാട്ടിത്തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. അല്ല, ദിലീപ് അച്ഛൻ, സിദ്ദിഖ് അച്ഛൻ, മുകേഷ് അച്ഛൻ. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അശ്ലീലം പറയരുത്. പൊതു ചർച്ചയാണ്. നിങ്ങൾ ഈ എന്തൊരു ആശ്വാസം. എടോ, മെയിൽ ഷോവനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റയെടുത്ത് സംസാരിക്കുന്നത്. അത് മാഷ് ദേഷ്യപ്പെട്ടപ്പോ അറിയാതെ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നാളെ മടങ്ങി വരാം ഇതേ സമയം. ഗുഡ് ബൈ.